ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജിആർ. മക്കളെ, നമ്മുടെ പരീക്ഷ ഇങ്ങോട്ട് അടുത്തിട്ടുണ്ട്. മക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, പരീക്ഷയ്ക്ക് ടൈം മാനേജ്മെന്റ് ഒരു സാധനമുണ്ട്. ആ സാധനം അറിയാലോ. ആ സമയം നിങ്ങളെ കൊല്ലുന്ന, അല്ലെങ്കിൽ സമയം ഒരുപാട് രീതിയിൽ പാഴാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ എന്ത് ചെയ്യാൻ പോകുന്നത്, സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ പൊന്നു മക്കൾ മനസ്സിലാക്കുക, സമയം നിങ്ങൾ കളയരുത്. ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ആൻസർ കിട്ടും എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ്. ഒരുപാട് പേര് ഈ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപാട് സമയം കൂടെ കളയും. ഉത്തരമൊക്കെ ശരിയാവും, കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ സമയത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സമയം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചോദ്യത്തിൽ എങ്ങനെ ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ വൈസ് ആണ് ആൻസർ കണ്ടുപിടിക്കുന്ന വഴി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം. ഇറ്റ്സ് മീ വിജിആർ സായി. തുടങ്ങാം. റെഡി അല്ലേ? അപ്പോൾ ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ലൈക്ക് ചെയ്തേ. പരീക്ഷ കഴിഞ്ഞ് ഞാൻ സാറോട് പറയണേ. ഓക്കെ, അപ്പം നമ്മളോട് ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാം, ആൻസർ ഒക്കെ ചെയ്യാൻ അറിയാം, ശരിയാവും, ഒരു മാർക്കും കിട്ടും. പക്ഷെ ഒരുപാട് സമയം പിടിക്കും ഇത് ചെയ്യാൻ. അപ്പൊ എന്താണ് സംഭവം, എങ്ങനെ ഇത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ അല്ലെ. ചാർക്കോള് ഞാൻ എന്ന് എഴുതി തരാം. ചാർക്കോള് അവിടെ 4, 5, 1, 6 ആ ഓർഡറിനിടയിരിക്കും. 4, 5, 1, 6, 4, 9, 1, 3 അല്ലെ. അതുപോലെ തന്നെ അടുത്തവും നമുക്കിത് മൊറയിൽ അല്ല, അത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അതിപ്പോ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി തരികയാണ് കേട്ടോ. 2, 9, 6, 1, 3, 7. ഇനി കണ്ടുപിടിക്കേണ്ടത് ഇതേ കോഡിങ്ങിൽ ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു സാധനം ROCHEL എങ്ങനെ ചെയ്യും? ഓപ്ഷൻ വൈസ് കണ്ടുപിടിക്കാനുള്ള വഴി. നിങ്ങൾ എല്ലാ നമ്പറും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആക്ച്വലി സംഭവം എന്താ ചോദിച്ചാൽ, സിക്ക് കൊടുക്കേണ്ട നമ്പർ 4 ആണ്, എച്ചിന് കൊടുക്കേണ്ടത് 5 ആണ്, എക്ക് കൊടുക്കേണ്ടത് 1 ആണ്, ആറിന് കൊടുക്കേണ്ടത് 6 ആണ്, 6 ആണ്, അങ്ങനെ സംഭവങ്ങൾ. പക്ഷെ ഇത് ഓപ്ഷൻ ബേസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞുതരാം. ഇവിടെ ഫസ്റ്റ് നമ്പർ ഏതാ നോക്ക്. ഫസ്റ്റ് ലാസ്റ്റ് കണ്ടുപിടിച്ചാൽ ഏകദേശം നമുക്ക് സെറ്റ് ആവും. അല്ലെങ്കിൽ അതിന്റെ നടുക്ക് വ്യത്യസ്തമായിട്ട് വരുന്നത് ഏതൊക്കെയാ നോക്കാം. അപ്പൊ 6 ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ 6ന് കൃത്യമായിട്ടുള്ളത് ഇവിടെ 6 എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ്. ഇവിടെ അപ്പൊ 6 ആണ്. അപ്പൊ 6ന് കൊടുക്കേണ്ടത് 6. അപ്പോൾ നിങ്ങൾക്കറിയാം ഓപ്ഷനിൽ എല്ലായിടത്തും 6 ഉണ്ട്. അങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസുകളിൽ വ്യത്യസ്ത നമ്പേഴ്സ് എവിടെയുള്ളത് നോക്കിയാൽ മതി. അപ്പൊ ഫസ്റ്റ് 6 ആണ്. അപ്പൊ നമുക്കൊന്നും ക്യാൻസൽ ചെയ്യാൻ കോലല്ല. അപ്പൊ നമ്മൾ നോക്കി നോക്കാം. രണ്ടാമത്തെ നമ്പറിൽ അവിടെ നിൽക്കാം. അതിന് മുമ്പ് ലാസ്റ്റ് നമ്പർ ജസ്റ്റ് നോക്കാം. 2 ഇവിടെ 9, 7, 9, 9 തന്നെയാണുള്ളത് അല്ലെ. അപ്പൊ കൂടുതൽ 9കൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒന്നൊക്കെ കട്ട് ചെയ്യാൻ വേണമെങ്കിൽ പറ്റും. അപ്പൊ ഏതാ നോക്കാന്ന് ചോദിച്ചാൽ നമ്മൾ ലാസ്റ്റുള്ള നമ്പർ നോക്കിയാൽ ലാസ്റ്റുള്ള 3, 8, 8, 7 കണ്ടോ, ചാൻസ് കൂടുതലാണല്ലേ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ലാസ്റ്റ് L ആണല്ലോ, ലാസ്റ്റ് L ആണ്. അപ്പൊ Lന് വരുന്നത് ദാറ്റ് ഈസ് 3 ആണ്. ഇവിടെ നോക്ക്, Lന് 3 ആണ് വരുന്നത്. അപ്പൊ Lന്റെ സ്ഥാനത്ത് നിങ്ങൾ എത്ര എഴുതുന്നുണ്ട്? 3. അപ്പൊ ആദ്യം 6ഉം എൻഡ് ചെയ്യുന്നത് 3ലും. 6ലും 3 എൻഡ് ചെയ്യുന്ന ഏതാ നോക്ക്. കണ്ടോ, ഇത് 6ലും 8ലും ആണ്. പറ്റൂല. ഇത് 6ലും 8ലാണ്, ഇത് 6ലും 7ലാണ്. അപ്പൊ ഇതൊന്നും പറ്റൂല. ഏതേ പറ്റുള്ളൂ? 6ലും 3ലും എൻഡ് ചെയ്യുന്നത്. നമ്മുടെ ഉത്തരം ഒരേ പൊളി. ഇതാണ് നമ്മുടെ സെറ്റ്. ആകെ ആ ഓപ്ഷൻ അതിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിൽ സെലക്ട് ചെയ്താൽ മതി. ബാക്കി നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് 9 അങ്ങനെ എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല. സമയം കിട്ടൂടാ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യേ. ഞാൻ കാണിച്ചാൽ ഇംഗ്ലണ്ട്. ഞാൻ വേഗം എഴുതി തരാം. ഇംഗ്ലണ്ട് എങ്ങനെയാ ചെയ്യാ? നമ്പർ ഇടുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 7. അതുപോലെ ഫ്രാൻസ്. ആ ഓർഡറിൽ ഇടുക കേട്ടോ. അത്രയും നമ്പറുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഓർഡറിൽ ഇട്ട് നോക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എപ്പോഴും. കഴിഞ്ഞ കൊല്ലമൊക്കെ എത്ര പ്രാവശ്യമാണ് ചോദിച്ചതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ കൊണ്ടുവന്നത്. ഇനി നമ്മൾ ഗ്രീസിന്റെ ആ ഒരു നമ്പർ കോഡിങ് ഏതാണെന്നാണ് നോക്കുന്നത്. ഗ്രീസ് എങ്ങനെ കാണാന്നറിയാം? ഓപ്ഷൻസ് വ്യത്യസ്തമായിട്ടുള്ള എവിടെയാ നോക്ക്. ഇവിടെ നോക്ക്, 3, 8. ആ 3, 8 ആയിരിക്കും. കാര്യം മനസ്സിലായി. ഇവിടെ 1, 2. നമുക്ക് ആദ്യം അവസാനം കണ്ടുപിടിക്കാം, അതാ നല്ലത്. അപ്പൊ ആലോചിച്ചോ. ജിക്ക് വരേണ്ട ലെറ്റർ ഇവിടെ ജി ഉണ്ട്. ഇവിടെ G 3 ആണ്. അപ്പൊ ആദ്യം വരേണ്ട നമ്പർ ദാറ്റ് ഈസ് ജിക്ക് പകരം 3. റെഡി ആണല്ലോ. അതുപോലെ തന്നെ ഇതാ കണ്ടോ അവസാനം ജി കഴിഞ്ഞു. ഇക്ക് വരേണ്ട ലെറ്റർ ഏതാ? പറ. ഇക്ക് വരേണ്ട ലെറ്റർ നിങ്ങൾക്ക് അറിയാലോ. ഇക്ക് വരേണ്ടത് ഇവിടെ ഈ ഉള്ളത് നോക്ക്. ഈ 1 ഉണ്ട്. ഈ ഒക്കെ 1 ആണ്. അപ്പൊ ലാസ്റ്റ് 1 വരണം. അപ്പൊ G 3ഉം 1ലും അവസാനിക്കുന്ന സാധനങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, 3ലും 1 അവസാനിക്കാൻ വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അടുത്ത് സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ നോക്കേണ്ടി വരും. അതും കിട്ടുന്നില്ലേ 3 നോക്കേണ്ടി വരും. അങ്ങനെ വരാറില്ല പൊതുവെ. ഇനി വന്നാൽ നിങ്ങൾ മുഴുവൻ നോക്കേണ്ടി വരും, വേറെ വഴിയില്ല. പക്ഷെ ഇത്
99% ചോദിക്കല് ഏതെങ്കിലുമൊക്കെ ഇതുള്ളായിരിക്കും. അപ്പൊ 3ഉം 1ഉം ലാസ്റ്റ് വരുന്ന ഏത് ഓപ്ഷൻസ് ഉണ്ട് നോക്കാം. ഇത് 3ആണ്, ഇത് 1ആണ്, ഇത് 3ആണ്, ഇത് 1ആണ്. അപ്പൊ ഇതൊന്നുമില്ല. അപ്പം ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇതും ക്യാൻസൽ ചെയ്യാം, ഇതും ക്യാൻസൽ ചെയ്യാം. ഇതിലാരോ ഒരാളായിരിക്കും നമ്മുടെ പുള്ളി. ഒന്ന് ആലോചിച്ച് നോക്ക്. 3 8 കേട്ടോ, 3 8 1 3 8 1 വീണ്ടും 1. അവിടെ മാറ്റം വരുന്ന ലെറ്റർ മാത്രം ചെക്ക് ചെയ്താൽ മതി നിങ്ങൾ. നമുക്ക് അവസാനത്തിന്റെ മുമ്പത്തെ ലെറ്റർ അല്ലേ, അവസാനത്തിന്റെ മുമ്പത്ത് ഇവിടെ 7 ഇവിടെ 9. അപ്പൊ അവസാനത്തിന്റെ മുമ്പത്തെ ഏതാ നോക്കിയാൽ മതി. അവസാനത്തിന്റെ മുമ്പത്തെ സി ആണല്ലോ. സി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. സി എന്ന് പറഞ്ഞാൽ 9 ആണ്. സി എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ സിക്ക് എത്ര കൊടുക്കണം? 9. അപ്പൊ അവസാനത്തെ 1ന്റെ തൊട്ട് ബേക്കിൽ 9 വരുന്നത് ഏത്? അപ്പൊ ഇത് 7 വരുന്നത്. അപ്പൊ ഇതല്ല. അപ്പൊ ഇതേ നമ്മുടെ ഉത്തരം 9 വരുന്ന ഓപ്ഷൻ, ദാറ്റ് ഈസ് 3 അവസാനം 1 തൊട്ട് ബാക്കിൽ 9. അല്ലാതെ നിങ്ങൾ ഇത് എല്ലാം കൂടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് 8 1 1 8 1 അതേ കിട്ടത്തുള്ളൂ. അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആണ്. കത്തിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോടാ? അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യേ. അതുപോലെ തന്നെ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ട്രിക്ക് പഠിക്കാം. അപ്പൊ ആ ട്രിക്ക് കൂടെ വേഗം നോക്കിക്കേ. എന്താണ് ട്രിക്ക്? ഞാൻ ഒന്ന് വേഗം എഴുതി തരാം. എൻട്രി. ശരിക്കും നിങ്ങൾ ഇങ്ങനെ എൻട്രി എന്നൊന്നും ഇങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആ ചോദ്യ പേപ്പറിൽ തന്നെ അങ്ങനെ എഴുതി ഇങ്ങനെ ജസ്റ്റ് ചെയ്താൽ മതി അല്ലേ. സ്റ്റഡി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 9 ആ ഓർഡറിലാണ് എഴുതണേ. എത്ര നമ്പർ ഉണ്ടോ അതിനനുസരിച്ച് അത്രയും അക്കങ്ങൾ ഉണ്ടാവും. ഓക്കെ. അതുപോലെ ഇത് എൻഡ് ഇയർ. ഓക്കെ. അപ്പൊ നമുക്ക് ഓപ്ഷൻസിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. കണ്ടോ, 5 1 1 1. നമുക്ക് ആദ്യത്തെ ലെറ്റർ എപ്പോഴും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഇക്ക് പകരം വരുന്ന ലെറ്റർ ഏതാന്ന് നോക്കാം. ഇ എന്ന് പറഞ്ഞ 1ആണ്, ഇവിടെ 1ആണ്. അപ്പൊ 1ആണ് വരേണ്ടത്. അപ്പൊ 5 വരുന്ന ഈ സാധനം നമുക്ക് ഒഴിവാക്കാം. ബാക്കി 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. നമുക്കിനി അവസാനത്തെ ലെറ്റർ ഒന്ന് കണ്ടുപിടിച്ചു നോക്കാം. അല്ലെ, അവസാനത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാം നിങ്ങൾക്ക് ഏതാണ്? 6 ആണ്. 6ന് വരേണ്ട ലെറ്റർ ദാറ്റ് ഈസ് 4 ആണ്. 6 4. അപ്പൊ 6ന് വരേണ്ടത് 4 ആണ്. അപ്പൊ 6 ദാറ്റ് ഈസ് 4. ഇക്ക് 1ഉം 4ഉം വരുന്ന ഓപ്ഷൻസ് ഏതാ നോക്കിയാൽ മതി. 1ഉം 4ഉം വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് 1 4 കണ്ടോ, അവസാനത്തെ ഓപ്ഷൻസ്. ഇതേ നമ്മുടെ ഉത്തരം ഒരേ പൊളി ഓപ്ഷൻ സി ആയിരിക്കും. ഇനി വേണമെങ്കിൽ അടുത്തൊക്കെ നോക്കാം. എന്നിന് പകരം 2. അപ്പൊ ഇവിടെ 2 വരും. ഡിക്ക് പകരം ഇവിടെ 8. ഇവിടെ 8 വരും. ഇക്ക് പകരം ഇവിടെ വീണ്ടും 1. എക്ക് പകരം ഇവിടെ 7. കണ്ടോ ഈ സാധനം 2 1 2 8 1 7 4. കണ്ടോ ആ സാധനം. പക്ഷെ അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാറുള്ള സമയം അത്രയും വേസ്റ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ഈ ഒരു ചോദ്യം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ആ സെക്ഷൻ അങ്ങോട്ട് സെറ്റ് ആക്കി എടുക്കും. ഒറ്റ ചോദ്യം കൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേഗം ഒന്ന് ചെയ്താൽ കണ്ടോ, എൻട്രി 1 2 3 4 അല്ലെ, അതേപോലെ ഇരുന്നു. സ്റ്റഡി കണ്ടോ, 9 3 1 7 8 5 ഒന്നുമില്ല. ഈ നമ്പർ അതേപോലെ ചെയ്താൽ. അതുപോലെ അറസ്റ്റ് വേഗം നോക്ക്. അറസ്റ്റ് എങ്ങനെ കിട്ടുന്ന നോക്ക്. സിമ്പിൾ ആണ്. അറസ്റ്റ് എങ്ങനെ കിട്ടുക നോക്കാം. കണ്ടോ ആ ഓപ്ഷൻസിലൂടെ നോക്ക്. 7 1 7 7. നിങ്ങൾക്കറിയാം ആദ്യം 7 ആയിരിക്കും അല്ലേ. ആദ്യം 7 അല്ലെങ്കിൽ നിങ്ങൾ അത്രയും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം എ ആണ്. എക്ക് പകരം ആരെ കൊടുക്കുക? 7. കണ്ടോ പോലെ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് കൊടുക്കാൻ ചാൻസ് ഇല്ല. 3 എണ്ണെങ്കിലും അല്ല, കുറച്ചും കൂടെ പണിയെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി അവസാനത്തെ നോക്കാം അല്ലെ. അവസാനമൊക്കെ സെയിം ആണ്. 9 9 ഉണ്ട്, 3ഉം 4ഉം ഉണ്ട് അല്ലെ. ഇതെടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ 7 ആണല്ലോ. അപ്പൊ 7 ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ 1 ആണ് ആദ്യം വരുന്നത്. അപ്പൊ ടി വരുന്നത് ഏതാന്ന് നോക്കാം. ടി വരുന്നത് ദാറ്റ് ഈസ് 3 ആണ്. ടി വരുന്നത് 3 ആണ്. 3 വരണം. ഇവിടെയും ടി ഉണ്ട്, 3 കണ്ട. അപ്പൊ 7ഉം അതുപോലെ അവസാനം 3ഉം വരണം. 7ഉം അവസാനം 3ഉം വരുന്നത്. ഇത് 7ഉം 9ഉം ആണ്. അപ്പൊ ഇതല്ല. ഇത് 7ഉം 4ഉം ആണ്. അപ്പൊ ഇതുമല്ല. ഇതേ നമ്മുടെ ഉത്തരം ഒരേ പൊളി ഇതാണ്. വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്ത് 6ന് കൊടുക്കേണ്ട ലെറ്റർ 4. അപ്പൊ 4 4. അതുപോലെ ഇക്ക് പകരം 1. എസിന് പകരം ഇവിടെ ഉണ്ടാവും 9. കണ്ടോ. അപ്പൊ 7 4 1 9 3. കണ്ടോ ആ സംഭവം, ആ ഐഡിയ അത് മുഴുവൻ കാണണ്ട. നിങ്ങൾ 2 കണ്ടുപിടിച്ചിട്ട് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുക. സെറ്റാണോ? അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാം, ആ ഒരു ഓപ്ഷൻ ബേസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പഠിച്ചത്. അപ്പൊ എന്റെ പൊന്നു മക്കളോട് പറയാനുള്ളത്, വേഗം ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്ലാസ് എക്സാം ഉണ്ടല്ലോ, നാളെ എക്സാം കഴിഞ്ഞാൽ സാറോട് ഓടി വന്നിട്ട് സാറോട് പറയാ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ. നേരിട്ട് തന്നെ ഈ ഒരു ഇൻസ്റ്റഗ്രാം ID നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ചിട്ട് പറയാം.
ഉറപ്പായിട്ടും നിങ്ങളുടെ റീപ്ലൈയും നിങ്ങളുടെ മെസ്സേജും കാത്തിരിക്കുകയാണ്. ബുദ്ധിമുട്ടാണെങ്കിലും എളുപ്പമാണെങ്കിലും നിങ്ങളുടെ കൂടെ തന്നെ ഞാനുണ്ടാവും. ഇറ്റ്സ് മീ VCR. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരും. ഈ ക്ലാസ്സിൻ്റെ അഭിപ്രായം താഴെയും അറിയിക്കുക. എൻ്റെ ഈ ഐഡിയിലും അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ സാറോട് പറയാൻ മറക്കരുത്. ഒരുപാട് താങ്ക് യു. വീണ്ടും ക്ലാസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സാറോട് പറയുക. നമ്മൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ VCR സൈനിങ് ഓഫ്. ബൈ.